ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ NK സിംഗ് കമ്മിറ്റി, അതായത് നന്ദ് കിഷോർ സിംഗ് കമ്മിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് 2003 കൊണ്ടുവന്ന FRBM ആക്ട്, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അതായത് ഈ FRBM ആക്ട് 2003യുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാര്യം അത് റിവ്യൂ ചെയ്യുന്നതിനാണ് ഈ NK സിംഗ് കമ്മിറ്റി, നന്ദ് കിഷോർ സിംഗ് കമ്മിറ്റി വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. NK സിംഗ് കമ്മിറ്റി, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുൻപത്തെ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയായ നന്ദ് കിഷോർ സിംഗ് ആണ്. ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വാസ് ഫോമർ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി നന്ദ് കിഷോർ സിംഗ്. ഈ ആക്ട് നിലവിൽ വന്നത്, അതായത് NK സിംഗ് കമ്മിറ്റി ഓൺ FRBM ആക്ട് എന്നാണ് ഈ ആക്ടിൻ്റെ പേര്. ഇത് നിലവിൽ വന്നത് വാസ് ഫോംഡ് ഇൻ 2016, 2014 നിലവിൽ വന്നത് കേട്ടോ. ഇറ്റ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 2017. ഇത് ആദ്യത്തെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 2017. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് FRBM റിവ്യൂ കമ്മിറ്റി. അതായത് FRBMനെ റിവ്യൂ ചെയ്യുന്ന കമ്മിറ്റി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് റെക്കമെൻഡേഷൻസ് ഓഫ് NK സിംഗ് കമ്മിറ്റി, അതായത് NK സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഒന്നാമത്തെ നിർദ്ദേശം വെച്ചാൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ FRBM ആക്ട് 2003, അതായത് FRBM ആക്ട് 2003 എന്ന ടൈറ്റിൽ മാറ്റിയിട്ട് ഡെറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ബിൽ 2017 എന്നാക്കുക. അടുത്തത് ദ ഡെറ്റ് ടു GDP റേഷ്യോ, അതായത് ഡെറ്റ് ടു GDP റേഷ്യോ 2022-23 ആവുന്നതോടുകൂടി ഷുഡ് ബി 38.7% ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിന് 38.7%, സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിന് 20% ആക്കുക. ഇത് മറ്റൊരു നിർദ്ദേശമായിരുന്നു. അടുത്തത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഷുഡ് ബി 2.5% ഓഫ് GDP. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് GDPയുടെ 2.5% ആകണം. എന്താണ് എന്നോടുകൂടി ബൈ ഫൈനാൻഷ്യൽ ഇയർ 2022-23, 2022-23 ആവുന്നതോടെ ഇതിന് മേലോട്ട് പോകാൻ പാടില്ല. അടുത്തത് ദ ഡെറ്റ് പാത്ത് ടു ബി ഫോളോഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ദെയർ ട്രാക്ക് റെക്കോർഡ് ഓഫ് ഫിസ്ക്കൽ ഹെൽത്ത് ഷുഡ് ബി റെക്കമെൻഡഡ് ബൈ ദ 15th ഫൈനാൻസ് കമ്മീഷൻ. അതായത് ഓരോ സംസ്ഥാനവും ഫോളോ ചെയ്യേണ്ട ഡെറ്റ് പാത്ത്, അതായത് എത്ര ഡെറ്റ് വരെ വരുത്താമെന്നുള്ളത് 15th ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യും. അത് ഏതിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദെയർ ട്രാക്ക് റെക്കോർഡ് ഓഫ് ഫിസ്ക്കൽ ഹെൽത്ത്. അവർ എത്ര ഫിസ്ക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിന് മുൻകാലങ്ങളിൽ എത്ര കടങ്ങൾ ഉണ്ടാക്കി, ഇതിൻ്റെ ബേസിൽ 15th ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യും. അടുത്തത് ദ ഡ്രാഫ്റ്റ് ലെജിസ്ലേഷൻ പ്രൊഹിബിറ്റ്സ് ദ ഗവൺമെൻറ് ഫ്രം ബോറോയിങ് ഫ്രം ദ RBI എക്സെപ്റ്റ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അതായത് ഇതിലൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം താഴെ പറയുന്ന കണ്ടീഷൻസിൽ ഒഴികെ, അതായത് ഈ അവസരങ്ങളിലല്ലാതെ RBIയിൽ നിന്നും ഗവൺമെൻറ്റിന് പണം ബോറോ ചെയ്യാൻ പറ്റത്തില്ല, വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത് ദ സെൻറ്റർ മസ്റ്റ് മീറ്റ് എ ടെമ്പററി ഷോർട്ട് ഫാൾ ഇൻ റിസീറ്റ്സ്. അതായത് ഖജനാവിൽ തൽക്കാലത്തേക്ക് പണത്തിൻ്റെ ആവശ്യം വന്നാൽ, പണത്തിൻ്റെ ഒരു അപര്യാപ്തത വന്നു കഴിഞ്ഞാൽ RBIയിൽ നിന്ന് എടുക്കാം. അടുത്തത് RBI സബ്സ്ക്രൈബ്സ് ടു ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ടു ഫൈനാൻസ് എനി ഡീവിയേഷൻസ് ഫ്രം സ്പെസിഫൈഡ് ടാർഗറ്റ്സ്. അതായത് RBI ഏതെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ, മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ വിഡ്രോ ചെയ്യാം. അടുത്തത് RBI പർച്ചേസസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓൺ ദ സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും RBI ഏതെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിലും ഗവൺമെൻറ്റിന് RBIയിൽ നിന്ന് പണം പിൻവലിക്കുക. ഇതൊഴികെ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഗവൺമെൻറ് RBIയിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ കമ്മീഷൻ കൊടുത്ത ടാർഗറ്റിൽ നിന്ന് ഒരു ഡീവിയേഷൻ സംഭവിക്കാം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഡീവിയേഷൻ സംഭവിക്കാം. അത് എക്സംഷൻ ആണ് കേട്ടോ. അതായത് ടാർഗറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് കുഡ് ബി ഡീവിയേറ്റഡ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് സച്ച് ആസ്, എങ്ങനെയാണ്, നാഷണൽ കലാമിറ്റി, ദേശീയ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ഫണ്ട് അങ്ങോട്ട് പോകത്തില്ലേ. പിന്നെ വാറ്, അഗ്രികൾച്ചറൽ കൊളാപ്സ്, അതായത് കൃഷിനാശം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, പിന്നെ സ്ട്രക്ചറൽ റിഫോംസ് ഇൻ ദ എക്കോണമി, അതായത് ഒരു ഘടനാപരമായ മാറ്റങ്ങൾ, എന്തെങ്കിലും ഒരു പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി പണം ചിലവഴിച്ചു കഴിഞ്ഞാൽ അതും ടാർഗറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റിയൽ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ 3%. റിയൽ ഔട്ട്പുട്ട്, അതായത് അധികം നല്ല ഉൽപ്പാദനം ഉണ്ടാകാതെ വരുന്ന സാഹചര്യങ്ങൾ, അത് 3% താഴെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ നമ്മുടെ ടാർഗറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫിസ്ക്കൽ കൗൺസിലിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫിസ്ക്കൽ കൗൺസിൽസ് റെസ്പോൺസിബിലിറ്റീസ് വുഡ് ഇൻക്ലൂഡ്, ഏതൊക്കെയാണ്? പ്രിപ്പയറിംഗ് മൾട്ടി ഇയർ
ഫിസ്ക്കൽ ഫോർകാസ്റ്റ്, മൾട്ടി ഇയർ ഫിസ്ക്കൽ ഫോർകാസ്റ്റ്, അത് ഒന്നിലധികം വർഷങ്ങളിലുള്ള എന്താണ് ഫിസ്ക്കൽ ഫോർകാസ്റ്റ് നടത്തുക, മുൻകൂട്ടി കാണുക എത്ര വരെ അച്ചീവ് ചെയ്യാന്നുള്ളത്. റെക്കമെൻഡിങ് ചേഞ്ചസ് ടു ദ ഫിസ്ക്കൽ സ്ട്രാറ്റജി, അതായത് ഫിസ്ക്കൽ സ്ട്രാറ്റജി ഇനി എന്തെങ്കിലും തന്ത്രങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. പിന്നെ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഫിസ്ക്കൽ ഡേറ്റ, അതായത് ഫിസ്ക്കൽ ഡേറ്റയുടെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, നല്ലൊരു ഫിസ്ക്കൽ ഡേറ്റ, ഫൈനാൻഷ്യൽ ഡേറ്റ കൊണ്ടുവരിക. അടുത്തത് ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക. എന്തിനോട് ഉപദേശിക്കുക? അഡ്വൈസിങ് ദ ഗവൺമെൻറ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. അവർ ഈ നേരത്തെ പറഞ്ഞ ബില്ല് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള തിരുത്തൽ നടപടി കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഫിസ്ക്കൽ കൗൺസിലിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഓട്ടോണമസ് ഫിസ്ക്കൽ കൗൺസിൽ, അതായത് ഒരു സ്വയം ഭരണാധികാരമുള്ള ഒരു ഫിസ്ക്കൽ കൗൺസിലിനെ സെറ്റപ്പ് ചെയ്യുക. ആ കൗൺസിൽ ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ്, ഏതൊക്കെ അത് പ്രിപ്പയർ ചെയ്യും? മൾട്ടി ഇയർ ഫിസ്ക്കൽ ഫോർകാസ്റ്റ്, നേരത്തെ പറഞ്ഞ മൾട്ടി ഇയർ ഫിസ്ക്കൽ ഫോർകാസ്റ്റ് അത് പ്രിപ്പയർ ചെയ്യും. അത് ഇംപ്രൂവ് ചെയ്യും. എന്ത് ഇംപ്രൂവ്? ഇംപ്രൂവ്സ് ഫിസ്ക്കൽ ഡേറ്റ ക്വാളിറ്റി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെയാണ്. പിന്നെ കുഡ് അഡ്വൈസ് ദ ഗവൺമെൻറ് ഓൺ ഫിസ്ക്കൽ മാറ്റേഴ്സ്, ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്വയം ഭരണാധികാരമുള്ള ഒരു ഫിസ്ക്കൽ കൗൺസിലിനെ സെറ്റപ്പ് ചെയ്യുക. പിന്നെ അടുത്തെന്ന് വെച്ചാൽ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി നമുക്കറിയാം സെൻട്രൽ ബാങ്കിൻ്റെത്, ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ്. അപ്പോൾ ഈ രണ്ട് പോളിസിയും തമ്മിൽ ഷുഡ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ ആൻഡ് ഹെൽപ്പ് അക്കംപ്ലിഷ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. അതായത് എക്കണോമിക് സ്റ്റെബിലിറ്റിയും ഗ്രോത്തും കൊണ്ടുവരുന്നതിന് ഈ രണ്ട് പോളിസീസും കൈകോർത്ത് അത് ഒരുമിച്ച് മുന്നേറണം, ഒരുപോലെ പ്രവർത്തിക്കണം, അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി എൻ്റെ ടാർഗറ്റ്സ് നോക്കാം. ടാർഗറ്റ്സ് ആൻഡ് ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആസ് പെർ ദ FRBM ആക്ട്. അതായത് FRBM ആക്ടിനെ റിവ്യൂ ചെയ്യുന്നതിനാണല്ലോ ഇത് വന്നത്, ഈ ബില്ല് വന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ടാർഗറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഗവൺമെൻറ് ഈസ് റിക്വയർഡ് ടു ലിമിറ്റ് ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഗവൺമെൻറ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയായിട്ട് ലിമിറ്റ് ചെയ്യണം? ടു 3% ഓഫ് ദ GDP. GDPയുടെ 3% കൂടാൻ പാടില്ല, അത്രയായിട്ട് ലിമിറ്റ് ചെയ്യണം. ബൈ ഏത് ഫൈനാൻഷ്യൽ ഇയറോട് കൂടി? ബൈ March 31, 2021 കൂടി. ഓക്കെ, ഒരു ടാർഗറ്റ് ആയിരുന്നു. അടുത്തതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഈസ് റിക്വയർഡ് ടു ലിമിറ്റ് ഡെറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു 40% ഓഫ് ദ GDP. GDPയുടെ 40% കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ് കൂടാൻ പാടില്ല. ബൈ ദ ഇയർ, ഏത് വർഷത്തോടു കൂടി? 2024, 2025, 2024-25 കൂടി. ഓക്കെ, ഇതൊക്കെയായിരുന്നു എൻ്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.